ഹായ് ഗായ്സ്, ലിബ്രോ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വന്തം ബിഗ് ബോസ് മലയാളം സീസൺ 7 വാശിയേറിയ സെക്കൻഡ് വീക്ക് എവിക്ഷനിലേക്കുള്ള വോട്ടിംഗ് പോരാട്ടമാണ് നടക്കുന്നത്. നമ്മളിന്ന് വ്യാഴാഴ്ച രാവിലെ 11 മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ 11 മത്സരാർത്ഥികളാണുള്ളത്. 11 പേരും ശക്തരായ മത്സരാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ ഇഞ്ചോടിഞ്ച് വോട്ടിംഗ് പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അടിമുടി മാറ്റമാണ് വോട്ടിങ്ങിൽ കണ്ടുവരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറി വോട്ട് ചെയ്യുക. അതോടൊപ്പം വരുമണിക്കുള്ള കൃത്യമായ വോട്ടിംഗ് വിവരങ്ങൾ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള എല്ലാ ന്യൂസും അറിയാം. നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതെല്ലാം രാവിലെ 11 മണി വോട്ടിംഗ് റിസൾട്ടിൽ ഒന്നാം പൊസിഷൻ ഷാനവാസാണ് തുടരുന്നത്. ഷാനവാസ് വമ്പിച്ചൊരു മുന്നേറ്റമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ള മത്സരാർത്ഥികളിൽ നിന്ന് ബഹുദൂരം വോട്ടിങ്ങിൽ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷാനവാസ് 6245 എന്ന കൂറ്റം വോട്ടിൻ്റെ ബലത്തിലാണ് ഒന്നാം പൊസിഷൻ കാത്തു സൂക്ഷിച്ചിരിക്കുന്നത്. രണ്ടാം പൊസിഷനിൽ അനിമോളാണ് തുടരുന്നത്. അനിമോൾ നേരത്തെ കണ്ട ഒരു വോട്ടിംഗ് മുന്നേറ്റം ഇപ്പോഴില്ല. ഇപ്പോൾ ഷാനവാസുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ഡിഫറൻസ് ആണ് വോട്ടിങ്ങിലുള്ളത്. 5899 വോട്ട് നേടി രണ്ടാം പൊസിഷൻ തന്നെ നിലനിർത്തിയിരിക്കുകയാണ് അനിമോൾ. മൂന്നാം പൊസിഷനിൽ ജിസേൽ തക്രാളാണ് തുടരുന്നത്. ജിസേൽ ഇപ്പോൾ വമ്പിച്ചൊരു വോട്ടിംഗ് മുന്നേറ്റം നടത്തി അനിമോളുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. 5123 എന്ന കൂറ്റം വോട്ടിൻ്റെ ബലത്തിലാണ് മൂന്നാം പൊസിഷൻ നിലനിർത്തിയിരിക്കുന്നത്. നാലാം പൊസിഷനിൽ ബിന്നി സെബാസ്റ്റ്യനാണ് തുടരുന്നത്. ബിന്നി ഇപ്പോൾ നല്ല രീതിയിലൊരു വോട്ടിംഗ് മുന്നേറ്റം നടത്തി വരുന്നുണ്ട്. ബിഗ് ബോസ് ഹൗസിൽ പ്രകടനത്തെ പോലെ തന്നെ വോട്ടിങ്ങിലും നല്ലൊരു മുന്നേറ്റം കണ്ടുവരുന്നുണ്ട്. 4980 വോട്ട് നേടി നാലാം പൊസിഷൻ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. അഞ്ചാം പൊസിഷനിൽ ആര്യൻ ഖത്രിയാണ് തുടരുന്നത്. ആര്യൻ ഖത്രി ഇപ്പോൾ ബിന്നി സെബാസ്റ്റ്യനുമായിട്ട് ഏകദേശം അടുത്ത രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വരുമണിക്കൂറിലും വളരെ നിർണ്ണയമാണ്. ഇപ്പോൾ 4909 വോട്ട് നേടി അഞ്ചാം പൊസിഷനിലാണ് നിലവിലുള്ളത്. ആറാം പൊസിഷനിലേക്ക് വീണുപോയിരിക്കുകയാണ് നൂറ ആദില സഖ്യം. നേരത്തെ അഞ്ചാം പൊസിഷനിലായിരുന്ന നൂറ ആദില സഖ്യത്തെ അട്ടിമറിച്ചുകൊണ്ട് ആര്യൻ കയറിയപ്പോൾ 4409 വോട്ട് നേടി ആറാം പൊസിഷനിലേക്ക് വീണുപോയിരിക്കുകയാണ് നൂറ ആദില സഖ്യം. ഏഴാം പൊസിഷനിൽ അട്ടിമറി മുന്നേറ്റവുമായിട്ട് നമ്മുടെ അക്ബർ ഖാൻ കയറി വന്നാണ് എല്ലാവരും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത്. അക്ബർ ഖാൻ ഇപ്പോൾ നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റം നടത്തി ഏഴാം പൊസിഷനിലേക്ക് വന്നിട്ടുണ്ട്. 4290 വോട്ടിൻ്റെ ബലത്തിലാണ് ഏഴാം പൊസിഷൻ പിടിച്ചെടുത്തിരിക്കുന്നത്. എട്ടാം പൊസിഷനിൽ നെവിൻ തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. നെവിനും ഇപ്പോൾ നല്ല രീതിയിലുള്ള വോട്ടിംഗ് മുന്നേറ്റമാണ് നടത്തി വരുന്നത്. ഇപ്പോൾ അക്ബറുമായിട്ട് ഏകദേശം ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തി വരുന്നത്. ചെറിയ വോട്ടിൻ്റെ പിൻബലത്തിൽ മാത്രമാണ് പിന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ 4209 വോട്ട് നേടി എട്ടാം പൊസിഷനാണുള്ളത്. ഒമ്പതാം പൊസിഷനിൽ അപ്പാനി ശരത്ത് തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു വോട്ടിംഗ് പിന്നോക്കാവസ്ഥയാണ് ഇപ്പോൾ അപ്പാനി ശരത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ 4167 വോട്ട് നേടി ഒമ്പതാം പൊസിഷനായ ഡേഞ്ചർ സോണിലാണുള്ളത്. പത്താം പൊസിഷനിൽ ശൈത്യ സന്തോഷാണ് തുടരുന്നത്. ശൈത്യ സന്തോഷം ഡേഞ്ചർ സോണിൽ തന്നെയാണ് തുടരുന്നത്. എന്നിരുന്നാൽ കൂടെ ചെറിയൊരു വോട്ടിംഗ് മുന്നേറ്റം ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. 3980 വോട്ട് നേടിയാണ് പത്താം പൊസിഷൻ നിലനിർത്തിയിരിക്കുന്നത്. 11ാം പൊസിഷനിൽ RJ ബെൻസി തന്നെയാണ് തുടരുന്നത്. RJ ബെൻസി പുറത്തു പോകാൻ ചാൻസ് ഉള്ള ഒരു മത്സരാർത്ഥിയായിട്ടാണ് ഇപ്പോൾ വോട്ടിങ്ങിൽ കണ്ടുവരുന്നത്. 3923 വോട്ടിൻ്റെ ബലത്തിലാണ് ഇപ്പോൾ 11ാം പൊസിഷനിലുള്ളത്. വരുമണിക്കൂറിലെ വോട്ടിംഗ് വളരെ നിർണ്ണായകമാണ് RJ ബെൻസിക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണെന്നും കൂടെ വീഡിയോയുടെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.